തങ്കത്തിൽ അഗ്രോ ഫാമിന്റെ നമ്മുടെ റീറ്റെയിൽ ഒരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാട്ടത്. കോട്ടിക്കാബ സബാറയാണ് നമ്മൾ അവിടെ കണ്ടത്. സബാറിന്റെ അവിടെ ഇരിക്കുന്ന അതായത് സബാറയാണ് വലുത്. ഇത് വേറെ വെറൈറ്റിയാണ്, ഗ്രീൻ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ ഗ്രീൻ കണ്ടോ, നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഇതെല്ലാം കാഴ്ചകൊണ്ടിരിക്കുന്ന മരങ്ങളാട്ടോ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കണ്ടോ, ഇത് കാണിച്ചോ. എല്ലാം വലിയ വലിയ മരങ്ങളാണ്, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്, ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇനി അകത്തോട്ട് കയറാം. ഇതിപ്പോ നേരത്തെ നമ്മള് സൂപ്പർ ക്യൂനൊക്കെ പറഞ്ഞില്ല, ചെറുത് സൂപ്പർ ക്യൂന്, അതുപോലെ തന്നെ കിങ് ഓഫ് ചക്കപ്പത്ത്, പിന്നെ നമ്മുടെ അമേരിക്കൻ റെഡ് പൾമർ, 3 ടേസ്റ്റ്, അങ്ങനെ എല്ലാ വെറൈറ്റിയും 4 kg എല്ലാത്തിൻ്റെയും ചെറിയ പ്ലാന്റുകൾ. ഇത് സബാർ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടേ. ഇങ്ങോട്ട് പിടിച്ചോ. ഓൾ സീസൺ മാവ്, ഇത് മാങ്ങയോട് കൂടെ. പിന്നെ ഇത് നമ്മുടെ സീഡ്ലെസ് നാരക നന്നായിട്ട് കായ്ക്കും, കൊല കുത്തി കായ്ക്കും. നമ്മളവിടെ കണ്ടില്ലേ ചെറിയ പ്ലാന്റ് ഇഷ്ടം പോലെ നമുക്ക് സെയിലുണ്ട്. അതിന്റെ വലുത് റൗണ്ടും ലെങ്ത്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് പുലാസൻ ഫ്ലവറോട് കൂടെയാണ് കേട്ടോ. ഒക്കെ ഫ്ലവർ വന്നാണ്, ഫ്ലവർ വന്ന മരങ്ങൾ ഇനി വേറെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഇമാം ബസന്തിന്റെ ഒക്കെ മാവുകളാണ് ആ വലിയതൊക്കെ കാണുന്നത്. പിന്നെ അതാ ഓൾ സീസൺ തന്നെ നമുക്ക് വലിയൊരു മാവ് ധരിക്കുന്നു. ഇത് നമുക്ക് റംബുട്ടാനാണ് ഇരിക്കുന്നത്, ഇതെല്ലാം റംബുട്ടാനാണ്. പിന്നെ അത് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അവിടെ കണ്ടില്ല കാറ്റിമൂണിന്റെ അടുത്തൊരു സെക്ഷനാണ് ഇവിടെ സെല്ലിങ് കൊടുക്കുക. ഇങ്ങോട്ടും അബിയു, വലിയ വലിയ പ്ലാന്റുകൾ. പിന്നെ നമുക്ക് ഇതും ജബോട്ടിക്കാബയാണ്. നമ്മളിപ്പോ അവിടെ കണ്ടല്ലോ ഫ്ലവർ വന്ന പ്ലാന്റുകൾ, ഇതെല്ലാം ഫ്ലവർ വന്ന ലെയർ ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ ഓരോ സമയത്താണ് ഓരോന്ന് പൂക്കുക എന്ന് മാത്രം, എല്ലാം ഒരു സമയത്ത് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഇനി തൊടുതാ ഇതില് ഫ്ലവർ ഇതുണ്ടോ, ഫ്ലവർ എല്ലാം വന്നാണെന്ന് പറയുന്നതല്ലതാ കണ്ട, ഞാൻ പിടിച്ചോണ്ട അതുപോലെ ഉണ്ടാവും. ഇനി ഇങ്ങനെ തെരഞ്ഞെടുത്ത പോലെ ഉണ്ടാവും, എല്ലാത്തിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തൊന്ന് കയറി നോക്കാം. തങ്കത്തിൽ ഫാമിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് ഇവിടെ കുളത്തിലൊക്കെ കുറെ മീനുണ്ട്, പക്ഷെ കാണുന്നില്ല അവര്. പിന്നെ അടി പോയി അങ്ങനെ നമ്മളെ നമ്മൾ പറഞ്ഞില്ല നേരത്തെ, വലുത് കണ്ടു, അതിന്റെ ചെറിയ പ്ലാന്റ്സുകൾ. പിന്നെ മാംഗോസ്റ്റിന്, അതുപോലെ തന്നെ ഇത് പിന്നെ സബാർ, മറ്റേ നമ്മുടെ ജബോട്ടിക്കന്റെ മറ്റു വെറൈറ്റികളൊക്കെ നിറയെ കായ ഉണ്ടായിരുന്നാണ് കേട്ടോ. പിന്നെ അത് ചെറിയ പ്ലാന്റുകൾ ഉണ്ട്. കോട്ടൂർക്കോണാണ് ഈ കാണുന്നത് വലിയ പ്ലാന്റ് കേട്ടോ. ഇത് നമ്മുടെ ഇത് J33 ആണ് ഈ പ്ലാവ് വരുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ, പിന്നെ അപ്പുറത്ത് ദൽഹരി ചാമ്പയാണ് കാണുന്നത്. പിന്നെ ഇത് വിയറ്റ്നാമാ, ഏത് അത് വിയറ്റ്നാമിന്റെ ചെറിയത്, വിയറ്റ്നാമിന്റെ വലുത് വേറെ വരുന്നുണ്ട്. ഇത് ചാമ്പേ ഏത് അത് ദൽഹരിയാണ്. ഡൽഹരി പേരേതാ? ആ പേര ക്രിംസൺ റെഡാ തോന്നുന്നുണ്ട്, വെറുതാണ്. തായ്വാൻ ഹോംഗ്രോണിന്റെ പിങ്ക് ആണ്, തായ്ലൻഡ് പിങ്ക്. പിന്നെ ഇതാ മാവ് ഇത് നോക്കൂ, ഇതെല്ലാം കോട്ടൂർക്കോണം വളരെ ചെറിയ വിലന്റെ ഒരു 150 ഒക്കെ അത് വരുള്ളൂ മൊത്തത്തിൽ കോട്ടൂർക്കോണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ നീലൻ മാവിന്റെ ഒക്കെ വലിയ മാവിന്റെ ഒരു സെക്ഷനാണ് ഇത്. പിന്നെ J33 പ്ലാവ്, അതുപോലെ ഇത് വിയറ്റ്നാം L49 പേര. അങ്ങനെ അവിടെ ഇനി മേലോട്ട് ഒന്ന് വന്നാൽ നമുക്ക് തെങ്ങിന്റെ സെക്ഷനിലേക്ക് കാണാം. ഇതെല്ലാം നമ്മുടെ വിയറ്റ്നാം സൂപ്പർലിയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ തന്നെ ബഡ് ചെയ്യുന്നതാണ് ഇവിടെ കേട്ടോ. തങ്കയത്തിൽ അഗ്രോ ഫാം ചെയ്യുന്നതാണ് ഇതെല്ലാം. നമ്മുടെ എന്താ പറയാ, റംബുട്ടാന്, അതുപോലെ പ്ലാവും ഒക്കെ. പ്ലാവ് കണ്ടില്ല നീ? അത് കണ്ടു. ഇത് ചാമ്പ, ഇതെല്ലാം ഞങ്ങളതാണ്, ഞങ്ങൾ തന്നെ ലെയർ ചെയ്യുന്നത് കേട്ടോ. ചാമ്പൊക്കെ ഇത് നമ്മൾ ലെയർ ചെയ്യുന്നത്. മറ്റേ നാട് തെൽഹരി ഉണ്ടല്ലോ, തെൽഹരി നമ്മൾ പുറത്തെടുത്താണ്, ഇത് നമ്മൾ വാങ്ങി ലെയറിങ്. അത് മറ്റേ നമ്മളെ എന്താണ്, മറ്റേ ഒരാളെ പേര് കൂട്ടി പറയുന്നില്ലേ, ഉമ്മർ ചാമ്പ കേട്ടോ. പിന്നെ തെങ്ങിന്റെ സെക്ഷനാണ്. തെങ്ങ് ഇതെല്ലാം നമ്മളെ ഇത് നല്ല ഹെവി തെങ്ങുകളാണ്. ഇത് കെങ്ങാ ബോണ്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ അതില് കുറ്റ്യാടി വെറൈറ്റി, പിന്നെ മലേഷ്യൻ ഗ്രീൻ വെറൈറ്റിയാണ് ഇത്. ഇതൊക്കെ ഒരു 10 അടി 12 അടി അതല്ലോ 15 അടി ഒക്കെ ഹൈറ്റ് ഉള്ള തെങ്ങുകളാണ് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഇതൊക്കെ ഓഫറിലാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് എല്ലാം ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും തെങ്ങ് കേട്ടോ. ഇതൊക്കെ മലേഷ്യൻ ഗ്രീൻ ആണ് ഈ കാണുന്നതൊക്കെ, മലേഷ്യൻ ഗ്രീൻ. ഇതെല്ലാം ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു 1500 രൂപ ഒരു ഓഫറിൽ ഇട്ട് കൊടുക്കാം.
ഈ തെങ്ങ്, ഈ വണ്ണുള്ള തെങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, വലിയ തെങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഈ വലിയ തെങ്ങാണ് 1500 കൊടുക്കാം. 1500 കൊടുക്കാം. ഗംഗാ ബോണ്ടല്ല, മലേഷ്യൻ ഗ്രീൻ ആണ് പറഞ്ഞത് കേട്ടോ. മലേഷ്യൻ ഗ്രീൻ ഇപ്പം 1500 കൊടുക്കാം. 1500 കൊടുക്കാം ഇത്. ഇത് പിന്നെ ഗംഗാ അതുപോലെ ബോണ്ട്. തന്നെ ഇത് മലേഷ്യൻ ഗ്രീനിന്റെ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ നമുക്ക് ഇത് ഒരാളേറെ ഹൈറ്റും നല്ല കിളിയോല വന്ന തൈകളാണ്. ഇതൊക്കെ നമുക്കൊരു 400 കൊടുക്കാം. 400 രൂപ കൊടുക്കാം. 400 റുപ്യ കൊടുക്കാം. നല്ല അടിപൊളി തൈ, വലിയ തേങ്ങയാണ്, കവർ നിറച്ച് തേങ്ങയാണ്. ഇതൊക്കെ നമുക്കിപ്പോ ഒരു 1000 പീസ് വേണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ ട്ടോ. അതേതാ ആ കാണുന്നത്? ഗംഗാ ബോണ്ടാ? ഇതൊക്കെ നമുക്ക് 1000 കൊടുക്കാം കേട്ടോ. ഏതാ ഇത്? മലേഷ്യൻ ഗ്രീൻ, മലേഷ്യൻ ഗ്രീൻ മലേഷ്യൻ ഗ്രീൻ 1000 റുപ്പീസ് കൊടുക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഇത് കുറ്റിയാടിയാണ്, ഈ കാണുന്നത്. ചെടി എന്തെങ്കിലും കൊടുക്കാം. കുറ്റിയാടി നമുക്ക് 1000 റുപ്പീസ് തന്നെ.